ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വലിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് നോമ്പായിരുന്നു, അറഫ നോമ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അതിൻ്റെ കൂടെ ഞങ്ങളെ പള്ളിയിലുള്ള ഉസ്താദിനുള്ള ഭക്ഷണം ചിലവ് വരുന്നു കേട്ടോ. ചിലവ് എന്ന് പറഞ്ഞാൽ അവർക്ക് ചായക്ക് ഇവിടുന്ന് കൊണ്ടുവരും. അപ്പോൾ അതിന് പത്തിരി ഉണ്ടാക്കി, ബീഫ് ഉണ്ടാക്കി, അതുപോലെ ബീഫ് കറി ഉണ്ട്, പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പഴം പൊരിച്ചിട്ടുണ്ട്, പിന്നെ സമൂസ ഉണ്ട്, പിന്നെ പുറത്തക്കാലാട്ട ജ്യൂസ്, പിന്നെ ആപ്പിൾ മാങ്ങ അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ പിന്നെ തോലൊക്കെ ചെത്തി മുറിച്ചെടുക്കട്ടെ. അതിൻ്റെ ഇടയിൽ റവ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചതാണ്. അപ്പോൾ പിന്നെ കാരണം ഞാൻ പിന്നെ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ വീഡിയോ പിന്നെ മാങ്ങൊക്കെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫൊക്കെ വെന്തതിന് ശേഷം പഴം പൊരിച്ചതിന് ശേഷം കുറച്ച് പഴം എടുത്തിട്ട് അതിന് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 2-3 പഴം, കുറച്ച് ബീഫ് ഒരു ചട്ടിയിൽ ഇട്ടെടുത്തങ്ങാണ്ട് അതിലേക്ക് പഴം ഇട്ടെടുത്തങ്ങാണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ പഴംപൊരിയും ബീഫും എല്ലാവർക്കും അങ്ങനെ എപ്പോഴും പറയുമല്ലോ. അപ്പോൾ പഴംപൊരിയും ബീഫും ഒറ്റക്കാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കില്ല കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് കറിയും ബീഫൊക്കെ കൂടി എടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇറക്കി കൊടുത്തങ്ങാണ്ട് നല്ല യോജിപ്പിച്ചെടുത്തിട്ടാണ്. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പഴംപൊരിയും ബീഫും ഇങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ നല്ല കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ അതിൻ്റെ ഇടയിൽ ഉസ്താദ് വന്നിട്ടാ. ഉസ്താദിന് ഭക്ഷണം കൊണ്ടുപോകാനുള്ള ഉസ്താദ് വന്നപ്പോൾ വേഗം അവർക്കുള്ള ചായക്ക് വെള്ളം വെച്ചാട്ടോ. പാലൊക്കെ അടുപ്പത്ത് വെച്ച്, പാൽപ്പൊടിയാണ് കേട്ടോ, അത് കലക്കി വെള്ളത്തിൽ കലക്കിങ്ങാണ്ട് ഒന്ന് അടുപ്പത്ത് തിളക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഏലക്കായപ്പൊടി ഇട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എത്ര ചായക്കുള്ളത് എല്ലാവർക്കും അറിയണത് തന്നെയാണ്. പിന്നെ നല്ല തിളച്ച് വന്നതിന് ശേഷം ചായപ്പൊടി കൊണ്ട് ഇട്ട് കൊടുത്ത് നല്ലൊന്ന് തിളക്കുക. അപ്പോൾ നമ്മളെ ചായ റെഡിയാവും. അപ്പോൾ ഉസ്താദിനുള്ള പാത്രം കൊണ്ടു കേട്ടോ പള്ളിയിൽ നിന്ന് വരുമ്പോൾ തന്നെ. അപ്പോൾ അതിലൊക്കെ എല്ലാതും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. റവയും ഫ്രൂട്ട്സും പത്തിരിയും കറിയൊക്കെ ആക്കി കൊടുത്ത്, പൊരിക്കടിയൊക്കെ ആക്കി കൊടുത്ത്, പിന്നെ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് 2 ആളുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ കുറവാണ്, എല്ലാവരും നാട്ടിൽ പോയത് കാരണം. അപ്പോൾ അവർക്ക് 2 ആൾക്കുള്ള ഭക്ഷണമേ കൊണ്ടുപോയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അത് കൊണ്ടതിന് ശേഷം അവരൊരു സഞ്ചിയിലൊക്കെ ആക്കി കൊടുത്ത് നമ്മൾ നോമ്പറക്കായിരിക്കട്ടോ. ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ശരി, ബൈ, അസ്സലാമു അലൈക്കും.